എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരണം, എനിക്കതാണ് ആഗ്രഹം. ഞങ്ങളുടെ മതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയൽവാസികൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മതം നോക്കാതെ സഹായിക്കണമെന്ന് നമ്മുടെ റസൂലിനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ജൂബിലി റോഡിന് സമീപം ഹമീദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു രമേശ് നമ്പ്യാർ. കഴിഞ്ഞ ദിവസം തികച്ചും അപ്രതീക്ഷിതമായി ജോലിക്ക് പോകവേ യാത്രാമധ്യേ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് രമേശ് നമ്പ്യാർ മരണപ്പെട്ടു. റോഡിൽ വീണ് കിടന്ന രമേശ് നായരെ പെട്ടെന്ന് തന്നെ മറ്റ് യാത്രക്കാരെല്ലാം ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. താൻ മരിച്ചുപോയാൽ തൻ്റെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്കായി വിട്ടുകൊടുക്കണമെന്ന ആഗ്രഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രമേശ് നമ്പ്യാർ ഹമീദിനെയും ഹമീദിൻ്റെ വീട്ടുകാരെയും അറിയിച്ചിരുന്നു. ഹമീദിനും ഹമീദിൻ്റെ വീട്ടുകാർക്കും, പ്രത്യേകിച്ച് ഹമീദിൻ്റെ ഉമ്മയ്ക്കും, ഈ രമേശ് നമ്പ്യാർ കേവലം ഒരു വാടകക്കാരനായിരുന്നില്ല, അവരുടെ വീട്ടിലെ ഒരംഗമായിരുന്നു. ഹമീദിനെ പോലെ തന്നെ സ്വന്തം മകനായിട്ടാണ് രമേശ് നമ്പ്യാരെയും ആ ഉമ്മ പരിഗണിച്ചിരുന്നത്. ഹമീദിൻ്റെ മക്കൾ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെയും ഒരു ഉപ്പയുടെ വാത്സല്യവും സ്നേഹവും പ്രകടമാക്കി സംസാരിക്കുന്ന രമേശ് നമ്പ്യാരെ അവർക്ക് നന്നായി ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഉമ്മയോട് യാത്ര പറഞ്ഞ് കുശലാന്വേഷണം നടത്തുന്ന രമേശ് നമ്പ്യാർ ഇപ്പോഴും ഉമ്മയുടെ കൺമുമ്പിൽ നിന്നും ഇനിയും മായാത്ത കാഴ്ചയാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ച രമേശ് നമ്പ്യാരെ പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ട് തൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ ആഗ്രഹം നടപ്പിലാക്കാൻ സാധിച്ചില്ല. അവസാനം രമേശ് നമ്പ്യാരുടെ മൃതദേഹം ഹമീദ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ പൊതുദർശനത്തിന് വെച്ചു. രമേശ് നമ്പ്യാരുടെ ഭാര്യയ്ക്കും സഹോദരിമാർക്കും മറ്റു ബന്ധുമിത്രാദികൾക്കും മറിച്ചൊരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ബോഡി സംസ്കരിക്കുന്നതിന് മുമ്പ് വരെയുള്ള മുഴുവൻ കർമ്മങ്ങളും ഹമീദിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് പൂർത്തിയാക്കിയത്. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം? ഇതൊക്കെ വലിയ വാർത്തയാക്കണോ, സംഭവമാക്കണോ എന്ന് നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം. ഹിന്ദുവായ രമേശ് നമ്പ്യാരുടെ മൃതദേഹം മുസ്ലിമായ ഹമീദിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതും സംസ്കരിക്കുന്നതിന് മുമ്പ് വരെയുള്ള മുഴുവൻ കർമ്മങ്ങളും പൂർത്തിയാക്കിയതും അതേ ഹമീദിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് എന്നുള്ള വസ്തുതാ യാഥാർത്ഥ്യം ഉറക്കെ വിളിച്ചു പറയാനാണ് വർത്തമാനകാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം കേരള സ്റ്റോറി എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ലാത്ത സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് പർവ്വതീകരിച്ച് നമുക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ ഒരു വിഭാഗം ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അവരുടെ അത്തരം നീക്കങ്ങളെ, താൽപ്പര്യങ്ങളെ, കുത്തിത്തിരിപ്പുകളെ, വിഭാഗീയ ചിന്താഗതികളെ, പ്രവൃത്തികളെ ഒക്കെയും ഇത്തരത്തിലുള്ള യഥാർത്ഥ കേരള സ്റ്റോറികളെ ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കേണ്ടത് മലയാളികൾ എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമോഫോബിയ വളർത്തുക എന്ന ഉദ്ദേശത്തിൽ ഒരു വിഭാഗം ആളുകൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കടയും തുറന്നിരിക്കുമ്പോൾ ഇത്തരം വാർത്തകളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു മദ്രസാധ്യാപകൻ കുട്ടികളോട് മോശമായി പെരുമാറിയാൽ ആ വാർത്ത വെച്ചിട്ട് മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ അളന്നെടുക്കുന്ന ഈ നാട്ടിൽ കേരളത്തിലൂടെ ഓടുന്ന വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞവന്റെ പേര് അസ്ലമെന്നോ അജ്മലെന്നോ അഫ്സലെന്നോ ആയാൽ അത് വെച്ചിട്ട് മുസ്ലിം യുവാക്കളെ മാത്രം മതതീവ്ര ചിന്താഗതിയുള്ളവരാക്കി ചിത്രീകരിക്കുന്ന ഈ നാട്ടിൽ പ്രണയബന്ധം അവസാനിപ്പിച്ച് കാമുകി ആത്മഹത്യ ചെയ്താൽ അറസ്റ്റിലാവുന്ന കാമുകന്റെ പേര് ഹാഷിമെന്നോ ഹിഷാമെന്നോ ഷുക്കൂർ എന്നോ ആയാൽ അത് ലവ് ജിഹാദാക്കി പ്രചരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ വേട്ടയാടാനുള്ള മാർഗമായി, കുതന്ത്രമായി ഉപയോഗപ്പെടുത്തുന്ന ഈ നാട്ടിൽ മതസൗഹാർദ്ദത്തിന്റെ മകിടോദാഹരണങ്ങളായി മാറുന്ന ഇത്തരം വാർത്തകളെ, ചിത്രങ്ങളെ, കാഴ്ചകളെ ആ രീതിയിൽ പ്രചരിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം വാർത്തകളും സംഭവങ്ങളും വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിൽ കുറച്ചുകൂടി ഉച്ചത്തിൽ തന്നെ അത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെയുള്ള മറ്റു മതസ്ഥരൊക്കെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയവാദികൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ മലപ്പുറം എന്നൊരു ജില്ലയുണ്ടെന്നും അതൊരു മിനി പാകിസ്ഥാനാണെന്നും അവിടെ ഹിന്ദുക്കൾക്ക് സ്ഥലം വാങ്ങാൻ കഴിയില്ല എന്നുമൊക്കെ ദേശീയ തലത്തിൽ വരെ സംഘപരിവാർ പ്രചരിപ്പിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം പറയുന്ന ഡയലോഗിനിടയിൽ പറയുന്നുണ്ട്, ബോംബാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് സംഘടിപ്പിക്കാം, അത് മലപ്പുറത്ത് കിട്ടുമെന്ന്. മലപ്പുറം തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്ന് BJP സംഘപരിവാർ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സിനിമകളിലൂടെ, എഴുത്തുകളിലൂടെ, കുപ്രചരണങ്ങളിലൂടെ മലപ്പുറം ജില്ലയെ നിരന്തരം ഒരു വിഭാഗം ആളുകൾ വിടാതെ പിന്തുടരുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഇത്തരം മനുഷ്യന്റെ മണമുള്ള വാർത്തകൾ, മാനവികമായ മൂല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന സംഭവങ്ങൾ നമ്മൾ ഉറക്കെ പറയുക തന്നെ വേണം. മതത്തിനതീതമായി മനുഷ്യർക്കൊപ്പം എന്ന നിലപാടിൽ പുതിയ പുതിയ കേരള സ്റ്റോറികൾ രചിക്കുന്നത് മലപ്പുറത്തുകാർക്ക് ഒരു പുതുമയല്ല. സഹജീവി സ്നേഹവും മാനവികതയും ഇഴുകിച്ചേർന്ന അവരുടെ പരിസരത്ത് ഇത്തരം വാർത്തകൾ നിത്യ കാഴ്ചകളാണ്. വ്യാജ കേരള സ്റ്റോറികൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയുമ്പോൾ ഇത്തരം യഥാർത്ഥ കേരള സ്റ്റോറികൾ നമ്മൾ പ്രചരിപ്പിച്ച് വിജയിപ്പിക്കുക തന്നെ വേണം. അത് മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.